പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് ഹരിയാനയിൽ ബി.ജെ.പി. നേടിയ വിജയത്തിന് തിളക്കമേറെയാണ്. മാസങ്ങൾക്ക് മുന്നേ നേതൃത്വം നടത്തിയ പടയൊരുക്കമാണ് താമര വാടാതെ കാത്തത്. ഭരണവിരുദ്ധ വികാരം, കർഷകരോഷം, ഗുസ്തി താരങ്ങളുടെ സമരം, അഗ്നിവീർ, സംസ്ഥാന നേതൃത്വത്തിലെ ചേരിപ്പോര്, വിമതരുടെ രംഗപ്രവേശം, അങ്ങനെ എണ്ണി പറയാവുന്ന പ്രതികൂല ഘടകങ്ങൾ. എന്നിട്ടും ഹരിയാനയുടെ മണ്ണിൽ ബി.ജെ.പി. പൊന്നുവിളയിച്ചു. തുടർച്ചയായ മൂന്നാം ഊഴവും കുരുക്ഷേത്ര ഭൂമിയിൽ ബി.ജെ.പിയുടെ തേരോട്ടം. കോൺഗ്രസ് ജാട്ടുവോട്ടിൽ കണ്ണുവെച്ചപ്പോൾ ജാട്ടിതര വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള തന്ത്രം ഫലം കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി ഒ.ബി.സി. നേതാവായ നായബ് സിംഗ് സൈനിയെ കൊണ്ടുവന്നതാണ് അപ്രതീക്ഷിത കരുനീക്കം. കോൺഗ്രസിലെ പിന്നോക്ക വിഭാഗം നേതാവായ കുമാരി ഷെൽജ പ്രചാരണത്തിൽ സജീവമാകാത്തത് ബി.ജെ.പിയെ തുണച്ചു. അടിത്തട്ടിൽ ആർ.എസ്.എസിന്റെ പ്രവർത്തനവും ബി.ജെ.പിക്ക് അനുകൂലമായി. ചുരുങ്ങിയ മാസങ്ങളിൽ നായബ് സിംഗ് സൈനി സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ പാർട്ടിക്ക് തിരിച്ചുവരവിന് കളമൊരുക്കി. നിലവിലെ അംഗങ്ങളിൽ 40% പേരെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിന് ജനം കൈയടിച്ചു. ഭരണവിരുദ്ധ വികാരം ഇതിലൂടെയാണ് ബി.ജെ.പി. മറികടന്നത്. നഗരമേഖലകളിൽ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞില്ല. മോദി തരംഗത്തിൽ 2014 47 സീറ്റ് നേടി ബി.ജെ.പി. ആദ്യമായി ഹരിയാനയിൽ ഭരണം പിടിച്ചത്. 2019 വിജയത്തിന്റെ മാറ്റു കുറഞ്ഞു. കേവല ഭൂരിപക്ഷമില്ല, 40 സീറ്റ് മാത്രം. ജെ.ജെ.പി. പിന്തുണയിലാണ് അന്ന് സർക്കാർ ഉണ്ടാക്കിയത്. ഇത്തവണ സാഹചര്യങ്ങളെല്ലാം ബി.ജെ.പിക്കെതിരെ ആഞ്ഞുവീശി. എന്നിട്ടും അതെല്ലാം മറികടക്കുന്ന മിന്നും ജയം. പൊളിറ്റിക്കൽ ഡെസ്ക് 24.